Hey guys, welcome back to new video. സുഹൃത്തുക്കളെ, വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പം വയലിലൂടെ പോകാൻ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളുണ്ട്, അവന്മാരും ഉണ്ട്. ബാക്കി നമ്മൾ വയലിൽ ചെന്നിട്ട് കാണാം. നമുക്കൊരു അനിയത്തി കുട്ടിയുണ്ട്. അപ്പം നമ്മൾ കൊച്ചിനെ കാണാനൊക്കെ പോയിരുന്നു. അപ്പം അവളുമായിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചാൽ നിങ്ങളൊന്ന് കണ്ടിട്ട് കൈ അടിക്കണം അടി നീ. എന്തടി നോക്കണം? മിഠായി വേണോ? മിഠായി വേണോ? രാവിലെ ഒരെണ്ണം കഴിക്കാം. മുട്ടായി എനിക്ക് ആക്രാന്തിനാണ്. മുട്ടായി കേട്ടാ തരും. പറയണെങ്കിൽ കേട്ടാ തരും. മുട്ടായിക്ക് എനിക്ക് ഇത്ര ആക്രാന്തിനാണ്. പറ രാവിലെ കേട്ടാ മതി. എന്തര്? ആ അങ്ങനെ സ്നേഹമുണ്ട്. നമുക്ക് രണ്ടെണ്ണോടെ കൊടുക്കാം. ഒരെണ്ണം മതി. വേണ്ട അപ്പൊ കൊടുക്കണ്ടേ? ഒരെണ്ണം മതി. കൊടുക്കണ്ടേ? അപ്പൊ കൊടുക്കണ്ടെന്നാണ് പറയണത്. ആണോ? ഒരെണ്ണം മതി. വേണോ? പാവല്ലേ ഒരെണ്ണം വേണോ? നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? അങ്ങനെ അഭിനയിച്ചാണ്. എന്തെങ്കിലും പറ. അത് പുഷ്പേ, അതാണ് അഭിനയം. അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും നല്ലവരായ മുട്ടായി ക്യാൻസൽ ആക്കാൻ. അപ്പൊ എന്തിനാണ് ഇത്? പുഷ്പയുടെ അഭിനയമുണ്ടല്ലേ? നല്ല ഏതെങ്കിലും ഒരെണ്ണം സംഭവം അഭിനയിച്ച് കാണിച്ചാൽ നമ്മള് പറയാം. എന്താടാ അതിന്റെ ഇടയിൽ കൂടെ ഉടായിപ്പ്? നമ്മളെ മുട്ടായി കൂടെ കൊടുത്തേക്കാല്ലേ? ആ വേണോ? കൊടുക്കണോ? എന്തൊരു ചിരി. ഇതാണ് വയല്. ഇവിടെയാണ് നമ്മൾ സ്ഥിരം വന്നിരിക്കാറ്. നമ്മുടെ ഒരു മെയിൻ സ്പോട്ടാണ്. എന്തോ അനങ്ങിയായിരുന്നു. പാമ്പല്ല, അണലി. പ്രകൃതി വിശാലമായ ഒരു മൂകതയിലെ അന്തരീക്ഷം. പക്ഷെ നമ്മൾ വന്നപ്പോ ലൈറ്റ് പശുക്കുട്ടികളും പശുക്കുട്ടികളും കൊക്കുണ്ട്, പിന്നെ കാക്കയുണ്ട്, പശുവുണ്ട്. വയലിലാണ് കൊക്കില്ലാത്തത്. കൊക്കില്ലാത്ത വയലുണ്ട്. ഇപ്പൊ അവന്റെ നമ്മൾ ചില കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സാധനവും കാണുമല്ലോ. അതിനൊക്കെ പല സ്ഥലത്തും കൊക്ക് കാണത്തില്ല. മനസ്സിലായി? അങ്ങോട്ട് മാറി. നമ്മൾ വന്നപ്പോ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഡാർക്കായി. ഡാർക്ക് അല്ല, ഇച്ചിരി വെട്ടം കുറഞ്ഞു. സൂര്യൻ അങ്ങ് പോയി. അതാണ് പറഞ്ഞപ്പോ ഡാർക്ക്. സൂര്യൻ എന്തോ അവിടെ നിൽപ്പുണ്ട്. ഓടിപ്പോയി. എന്തിനാണ് പിടിക്കാൻ പറ്റുമോ? അല്ലെ സാറല്ലേ പറഞ്ഞ പിടിക്കാൻ പറ്റുമോ? പോയി പിടിക്കേ. എന്തുവാണ് ഞാൻ പറയല്ലേ? പശുവിന്റെ വിഷയം. അതുകൊണ്ട് കാക്കാണ് പശുവിനെ. പശുവിനെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നീ പണ്ടേ ഈ പശുവിന്റെ പെറത്തില്ലേ, ചക്കാരൊക്കെ വെച്ചിട്ട് കൊക്കൊന്നിരിക്കുമ്പോ പിടിക്കാവൂ. ചക്കാർ തന്നെ പിടിച്ചിട്ടുണ്ടോ? അതിന്റെ അപ്പൂപ്പനായിരുന്നു ഗ്രാൻഡ് ടോപ്പ് വേരിയന്റ് ആയിരുന്നു. എന്റെ അപ്പൂപ്പൻ അങ്ങനെയാണ്. എന്റെ അപ്പൂപ്പൻ അതെ, രാഹുലിന്റെ അപ്പൂപ്പ ഒരു വെടിയനായിരുന്നു. അങ്ങനെ പെൻഷനും പറ്റി ജീവിക്കുന്ന ഒരു ചെറുമോൻ. എന്റെ പൊന്നാളി. നമ്മളങ്ങനെയാണ്. അവരെ പെൻഷൻ എന്ന് പറയാൻ അമ്മക്കല്ലേ കഷ്ടപ്പെട്ടത്. അത് കാക്കയല്ല, പ്രാവാണ്. എല്ലാം പ്രാവല്ല, കൊക്കും കാക്കേ. സുഹൃത്തുക്കളെ കണ്ട് ഇവിടെ മൊത്തം ഉണ്ട്. ചെരുപ്പിലും ചെളിയായി. ഇവിടെ മൊത്തം ചെളിയായി. അപ്പം നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് പോകാന്ന് ചോദിച്ചു. അപ്പം അങ്ങോട്ട് പോവാം. ചേട്ടാ, അരുണിന്റെ ചാട്ടം കണ്ടോ? ആ, പൊങ്ങിച്ചാട്. ഒത്തില്ല. ആ, അടുത്ത് രാഹു ചാട്. ഓ, പവളച്ചാട്ടം. ഓ, ഏതു ചാടി. ഓ, അയ്യോ, ഷൂല് മൊത്തം ചെളിയായി. ഗേസ്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വയലിൽ ഷൂ ഇട്ടോണ്ട് വരുന്ന? അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. വയലിൽ ഷൂ ഇട്ടോണ്ട് വരുന്ന മഹാനെ ഓരോരുത്തനെ ഓട്ടിച്ചിട്ട് അടിക്കാൻ പോകും. അടി. അയ്യേടാടാ, നാണമില്ലടാ പിള്ളേരെ പോലെ അടിയൂടെ. നാണമില്ലടാ. വരുന്ന അവിടേക്കുന്നു. നാണമില്ലടാ അടിയൂടെ പിള്ളേരെ. ഈ സൗമാര് പോട്ടപ്പോൾ എൻ്റെ ചെരുപ്പ് മൊത്തം ചെളിയായപ്പോൾ നമുക്ക് പോയി കഴുകാം. ഇവിടെ തോട്ടിൽ നല്ല വെള്ളമൊന്നുമില്ല. പക്ഷേ ചെരുപ്പ് കഴുകാനല്ല, ഇത് കഴുകാം.
ശരി എന്നാ നാണോ മാനോ ഇല്ലാതെ ഒരു എന്തോ പെടുക്കാൻ പെടുക്കാനൊന്നും വിളിക്കിരിക്കാൻ പോലും എന്താടാ പെടുക്കുന്നില്ലേ സെപ്പറേറ്റ് റൂമൊക്കെ വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞൂടെ ഇതിന് അങ്ങനെയാടാ. ശരി ശരി ചെളിയിലൊക്കെ ഇറങ്ങിയല്ലേ നീ കൈ കണ്ടോ, ഈ തഴമ്പ് കണ്ടോ, ഇത് മതിയടാ വർക്കിച്ചത്. എത്ര രാത്രികളിലുള്ള ഇവന്റെ അപ്പൂപ്പ ഒഴുകിപ്പോയ തോട് അപ്പൂപ്പ ഒഴുകിപ്പോയ തോന്നുന്നില്ല സംഭവം. ഞാൻ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്റെ അപ്പൂപ്പ ഈ വയലിലേക്ക് പൂട്ടാൻ വന്നിട്ടുള്ളതുകൊണ്ട് അപ്പൂപ്പ ഭയങ്കര ഫാർമറായിരുന്നു. ഏത് ഫാർമർ അങ്ങനെ പട്ടാളത്തിൽ വെടി വയ്ക്കും. അതാ അതിനുശേഷമാണ് അദ്ദേഹത്തിന് CRP-യിലോട്ട് കിട്ടിയത്. എന്റെ നിന്റെ അച്ഛന് തോക്കയിലുണ്ടോ? ഇല്ലല്ലോ. നിന്റെ അപ്പൂപ്പനുണ്ടെന്ന് വെള്ളം ചീറ്റുന്നു നോക്കാം. ഒറ്റയ്ക്ക് സ്കോർ ചെയ്യാൻ പോവുകയാണ് പെട്ടെന്നായിട്ട് അരുൺ. അപ്പൂപ്പന്റെ കൊച്ചുമോൻ അപ്പൂപ്പനോടുള്ള സ്നേഹം കണ്ടൊക്കെ അപ്പൂപ്പന്റെ പെൻഷൻ പറ്റി തിന്നുന്നതിന് പിന്നെ സ്നേഹം കാണൂലേ. അന്നത്തെ സെയിം പരിപാടി പിണങ്ങി പോണ് കഴിഞ്ഞ വീഡിയോയിൽ മെയിൻ കളിക്കുക ഇവനെ. സത്യത്തിൽ ഗൈസ് നിങ്ങൾക്ക് അറിയാം വേറെ സത്യാവസ്ഥ, യൂട്യൂബിൽ വരുന്ന വീഡിയോയിൽ അത്രയും വന്ന് ആരും സൂപ്പർ ആണെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന മൊത്തം ഇവന്റെ ആൾക്കാരാണ്. അവന്റെ ഫേക്ക് അക്കൗണ്ട് ആണ് പറഞ്ഞ് പൈസ കൊടുത്ത് ജയിക്കുന്ന പരിപാടികൾ, ഉടായ്പ കാട്ടുടായ പരിപാടികളാണ്. പോയിട്ട് തിരിച്ചതേ കണക്ക് പറഞ്ഞു അവിടെ എന്തോ ഓർത്തെടുത്ത് വന്നതാണ്. എപ്പോഴും മാറിയിരിക്കുന്നു മാത്രം പറയാൻ അറിയാം പിന്നെ നമ്മളെ ചെറുക്കൻ എന്ന് പറഞ്ഞൊരു മൊബൈൽ ടെക്നീഷ്യനാണ്. ചെറുക്കൻ മൊബൈലൊക്കെ അല്ല അന്തസ്സായിട്ട് പണി വൃത്തിയായി കൊടുക്കും. പിന്നെ ചെറുതിൽ ബാറ്ററി ആണല്ലോ, ചെറുതിൽ മദർബോർഡ് എടുത്തങ്ങ് മാറ്റും. നിങ്ങൾ കൊച്ചു പരിപാടി സൂക്ഷിച്ച് നിങ്ങൾ പണിയാ കൊടുക്കണം. പിന്നെ ചെറുക്കൻ്റെ കൊലക്കടയില് കൊല പഴുക്കുമല്ലേ. മെയിൻ അടിക്കാൻ നോക്കിയാണ് നടന്നില്ല. കഴിഞ്ഞ വീഡിയോ ഇച്ചിരി ഒന്ന് സ്റ്റാർ പോട്ടെ, ഇനി അടുത്തതിന് സെറ്റ് ആക്കാം, സീനില്ല. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാറായ ലൈറ്റ് പോയി, ഇരുട്ടായി. അപ്പൊ നമ്മള് വന്നപ്പോ താമസം, നമ്മള് കൊച്ചിന്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരുന്നപ്പോ താമസം. പിന്നെ നിങ്ങൾ പലവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അപ്പം നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ, മണി എന്റെ സാധനമാണ്. മണിയെല്ലാം എന്തിനാണ് പറയാനുള്ളത്? കോൺടാക്ടേഷൻ ഇനി അവന്റെ കട ആരും കയറില്ല. എനിക്ക് അത്രേ ഉള്ളൂ. നമ്മള് ഒരു ആശയെല്ലാം ചെയ്യും, പക്ഷേ ചിലതൊക്കെ പാളിപ്പോറുണ്ട്. ചെറുക്കൻ എന്ന് പറഞ്ഞ ബിസിനസ് മാനാണ്. നമ്മുടെ ഒരു കടയക്കിളുമാൻ്റെ ഒരു നല്ല കടയൊക്കെ നടത്തുന്ന ഇതുമാണ് പുള്ളി എന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങ, പിന്നെ കൊല, പിന്നെ നല്ല നല്ല പച്ചക്കറി, അല്ല നല്ല നല്ല സാധനങ്ങൾ മാത്രം കഴിക്കുന്ന ആള് മൂന്നാം പക്കം തട്ടി നല്ല നല്ല സാധനങ്ങൾ കൊടുക്കുന്നു. റൈഡറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, അതുകൂടെ പറയണേ കമന്റ് ചെയ്താൽ മതി. നിങ്ങള് മറ്റേ പ്രൗഡ് ഓഫ് യു സൺ ഇല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾ പ്രൗഡ് ഓഫ് യു സൺ ഇനി ഇല്ല, അത് കഴിഞ്ഞു. അടുത്ത വീഡിയോ പറയും, നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പറയും. ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ മാനിക്കും, ഉറപ്പായിട്ട് മാനിക്കുന്നുണ്ട്. നിങ്ങളപ്പോ അടുത്ത ഒരു കമന്റ് കൂടി ഇട്ടാൽ എന്തായാലും ഇടണ്ട, അത് മാറ്റി നമ്മൾ പറഞ്ഞിരിക്കും. നിങ്ങൾ ഇടണം, ഇട്ടാലേ നമുക്ക് ഇവനെ അന്ന് നമുക്ക് എന്റെ പൊന്നളിയനെ ഇവനെ ഊക്കാളത് കിട്ടും. അവൻ രക്ഷപ്പെട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം പ്രേക്ഷകർക്ക് എന്നെ വേണം. എന്റെ ഒരു ചേഷ്ടകൾ അവർക്ക് ഇഷ്ടമാണ്. അവൻ പലതും പറയും. അപ്പൊ നമുക്ക് ശരിയെന്നാ സുഹൃത്തുക്കളെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലേക്കൂടെ അടിച്ചു പിടിക്കാം.